എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ഒരു പൊട്ടിയിട്ടോ അല്ലെങ്കിൽ നിറം മങ്ങിയിട്ടോ ഒക്കെയുള്ള കപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കപ്പിൻ്റെ ഒരു റീയൂസ് ഐഡിയ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കപ്പാണെന്ന് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അതിൻ്റെ ഒരു മേക്ക് ഓവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണുക. പിന്നെ അതിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി പോയിട്ടുള്ള അതോടൊപ്പം തന്നെ നിറവും മങ്ങിയിട്ടുള്ള ഒരു പഴയ കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പിനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് രണ്ടായിട്ട് മുറിക്കണം. ഒരു കത്തി നമുക്ക് ചൂടാക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിലെ 2 കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലത്തെ ചിരടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഈ ചിരട് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. നിസാര വില മാത്രമേ ഇതിനുള്ളൂ. പക്ഷേ ഇത് വെച്ചൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആദ്യം മാത്രമേ ഒരു ഇതുള്ളൂ, പിന്നെ ഫുള്ള് നമുക്ക് വേദന ചുറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നീക്കി കൊടുക്കണം കേട്ടോ ചിരട് നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ ലാസ്റ്റ് ഒന്ന് നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. ആ ഒരു അടിഭാഗം നല്ല സ്ട്രോങ് ആയിട്ട് വിട്ടുപോകാതിരിക്കാനാണ്. ഫെവിക്കോൾ ആകുമ്പോൾ ഗ്ലൂഗൺ പോലെയല്ല, കുറച്ച് സമയം പിടിക്കുമെന്ന് ഉണങ്ങാനായിട്ട്. ഇതിപ്പോൾ ഞാൻ അതുപോലെ തന്നെ 2 സൈഡും ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ചിരട് ചുറ്റി കൊടുത്തിട്ടില്ല. അവിടെ ഒരു സ്ലോപ്പ് ആയതുകൊണ്ട് ചിരട് ഇങ്ങനെ ഒട്ടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അവിടെ ഞാൻ പെയിൻറ്റ് ചെയ്യുകയാണ്. അക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 25 രൂപയാണ് ഈ ബോട്ടിലിന്. അത് നമുക്ക് കുറച്ച് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ, ബാക്കി അടച്ച് വെച്ചാൽ മതി. ഞാനിവിടെ കപ്പിൻ്റെ 2 സൈഡും അതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഞാൻ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മണികൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള മണികൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല പേളുമാലയൊക്കെ കുഞ്ഞുങ്ങളുടെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങളുടെ ഐഡിയ പ്രകാരം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് 2 റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം തമ്മിൽ ഞാനൊന്ന് ഒട്ടിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് 2ഉം സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ സിംഗിൾ പീസാക്കിയിട്ടും യൂസ് ചെയ്യാം. ഗ്ലൂഗൺ ഉള്ളവർ ഗ്ലൂഗൺ തന്നെ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. നന്നായിട്ട് ഒട്ടാനായിട്ട് പെട്ടെന്ന് ഒട്ടാൻ അതാണ് നല്ലത്. എനിക്കിപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂഗൺ യൂസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. എന്നിട്ട് അത് ചുവരിൽ നമുക്ക് ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ഡബിൾ സൈഡ് ടൈപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 ഡ്രോപ്പ് സൂപ്പർ
സൂപ്പർ ഗ്ലൂ കൂടി ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും. പിന്നെ അത് തീരെ വീഴില്ല. കുറച്ചൊന്ന് വെയിറ്റ് കൂടിയ ഫ്ലവർ വെച്ചാലും വലിയ പ്രശ്നവുമില്ല. ഇത് തമ്മിൽ ഇപ്പോൾ തന്നെ ഒട്ടിക്കാതെ ചുവരിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒട്ടിച്ച് കൊടുത്താലും മതി. പിന്നെ നടുവിലും കൂടി 2-3 ഇതുപോലത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മണികൾ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ സിംഗിളായിട്ടും അതുപോലെ രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ള കപ്പോ അല്ലെങ്കിൽ നിറമൊക്കെ മങ്ങി കേടായ കപ്പോ ഒക്കെ വെച്ചിട്ട് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കണ്ടാൽ കപ്പാണെന്ന് പറയേയില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.